guys, welcome back to my YouTube channel. നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, ഐ എം ലക്ഷ്മി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അഗൈൻ ഒരു ഹെയർ കട്ട് ബ്ലോഗ് ആണ്. ഒരു 2-3 months ബിഫോർ ഞാനൊരു ഹെയർ കട്ട് ബ്ലോഗ് ചെയ്തിരുന്നു. അന്ന് ഭയങ്കര ഹെയർ ഫോൾ ഒക്കെ കാരണം ഹെയർ കട്ട് ചെയ്യേണ്ടി വന്നു. സോ അന്നൊരു 2 ലെയർ സ്റ്റെപ്പ് കട്ടായിരുന്നു ചെയ്തത്. അപ്പൊ അന്നത്തെ വ്ലോഗ് എന്റെ ഫസ്റ്റ് സത്യത യൂട്യൂബ് ചാനൽ എന്റെ ഫസ്റ്റ് വ്ലോഗ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതിന് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ കമന്റ്സിലൊക്കെ വന്ന് പറയുന്നുണ്ട് ഇതിൽ ഹെയർ കട്ട് ചെയ്യുന്നത് എവിടെ, അല്ലെങ്കിൽ ഹെയർ കട്ട് ചെയ്തു ഇല്ലയൊന്നും ക്ലിയർ ആവുന്നില്ല, അങ്ങനത്തെയൊക്കെ കുറെ കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ ആ വീഡിയോക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായി. സോ ഇന്നിപ്പോ ഞാൻ സെക്കൻഡ് ഹെയർ കട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇത് കട്ട് ചെയ്യണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അതവിടെ ചെന്നിട്ട് ചെയ്യാന്നോർത്താണ്. പിന്നെ ഇതിൽ ഞാൻ വേറൊരു അപ്ഡേറ്റ് കൂടി പറയണം. നമുക്കറിയാം യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അതിനെ പറ്റിയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ടായിരുന്നു ഞാനും ആ പ്രൊഡക്റ്റ് വാങ്ങിയത്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഹെയർ ഫോൾ കംപ്ലീറ്റ്ലി ക്യൂർ ആയോന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി മാറിയില്ല. ബട്ട് ആ സമയത്ത് എന്റെ ഇവിടെ നെറ്റിയൊക്കെ തെളിഞ്ഞത്, അതായത് ഈ പോർഷനിലൊക്കെ മുടിയൊക്കെ പോയി. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബേബി ഹെയറും ഉണ്ട്. എന്റെ എന്താ പറയാ, നമ്മള് വകച്ചിലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണാൻ പറ്റാത്ത വിധത്തിലാണ് ബേബി ഹെയർസ് വന്നത്. സോ ഹെയർ ഫോൾ ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ കോളേജ് സ്കൂളൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഹെയർ കെയർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ടാവും അല്ലെ. ഹെയർ ഫോൾ ഐ മീൻ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ അല്ലാത്ത ഉള്ളവർക്കായിരിക്കും ഇത് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരെണ്ണം വാങ്ങിച്ചു വെക്കുക. പെർ ബോട്ടിൽ 200 ആണ് റേറ്റ് വരുന്നത്. നമ്മുടെ പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്, കൊമേഴ്ഷ്യൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. അത് ഒറിജിനൽ ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പർപ്പിളിൽ അതിന്റെ ഒറിജിനൽ കിട്ടും. കാരണം ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിന്റെയൊക്കെ ഡ്യൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അത് ആപ്സ് എന്നുള്ളതിന് ALBS എന്നൊക്കെയുള്ള സ്പെല്ലിംഗ് വരുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ നോക്കി വാങ്ങുക. ആപ്സ് ഗുഡ്നെസിന്റെ കറക്റ്റ്, അതായത് ശരിക്കുള്ള പ്രൊഡക്റ്റ് തന്നെ നോക്കി വാങ്ങുക. അത് പർപ്പിളിൽ അവൈലബിൾ ആണ്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. Let's get into the video. So, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമന്റ്സ് എല്ലാം താഴെ കമന്റ്. വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എനിക്ക് ബേബി ഹെയർസ് വന്നതായിരുന്നു. ഈ ഒരു പോർഷൻ എനിക്ക് ശരിക്കും തെളിഞ്ഞ് നെറ്റ് കാണുന്ന വിധമായിരുന്നു. ഇതിൽ കുറേ ബേബി ഹെയർസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളും യൂസ് ചെയ്ത് നോക്കുക. ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ റോസ്മേരി വാട്ടർ ആണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് നിങ്ങൾ ഒരു ബോട്ടിൽ മേടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സോ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നിപ്പോൾ ബസ്സിന് പോകാമെന്ന് ഓർത്തിട്ടാണ്. കുറേ നാളായി എനിക്ക് ബസ്സിൽ ട്രാവൽ ചെയ്ത്. നമുക്കറിയാം കൊറോണ വന്നതിന് ശേഷം ബസ്സിലൊക്കെ യാത്ര ഭയങ്കര കുറവാണ്, ബസ്സുകളും കുറവാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബസ്സൊന്നുമില്ല, 2-3 ബസ്സൊക്കെ ഉള്ളൂ. അതും ടൈം ഇപ്പം ഞാൻ പോണ ബസ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് ആ ബസ് വരുമ്പോഴത്തേക്കും വരാൻ പറ്റും. അതാണ് ബസ്സിന് പോകാമെന്ന് വെച്ചത്. തലയുള്ളപ്പറമ്പിലായിരുന്നു പോകേണ്ടിയിരുന്നത്. അവിടെ ലൈന ബ്യൂട്ടി പാർലറിലാണ് പോയത്. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ അവിടെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പിന്നെ വലിയ തിരക്കും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അഗെയിൻ സ്റ്റെപ്പ് കട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തി. ഇതായിരുന്നു ഹെയർ കട്ടിന് മുമ്പുള്ള എൻ്റെ ഹെയർ എന്ന് പറയണത്. കഴിഞ്ഞ വീഡിയോയിൽ അത് ഞാൻ കാണിച്ചില്ല എന്നുള്ള പരാതി കേട്ടുകൊണ്ട് ഇത്തവണ ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റെപ്പ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, ഇതുപോലെ ക്ലിപ്പൊക്കെ ചെയ്തിട്ടായിരിക്കും ഹെയർ കട്ടൊക്കെ ചെയ്യുക. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നോട് ചേച്ചി പ്രത്യേകം പറഞ്ഞു ചേച്ചീനെ വീഡിയോയിൽ കാണിക്കരുത്. സോ ചേച്ചീനെ ബ്ലറാക്കാൻ, ഫേസൊന്നും ബ്ലറാക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഹെയർ കട്ട് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കെന്തോ ഇപ്പം നേരത്തെ ഞാൻ UV ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ ഈ ഒരു തവണ സ്റ്റെപ്പ് കട്ട് ചെയ്തേ പിന്നെ എനിക്കിപ്പോൾ അതാണ് ഇഷ്ടം. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കിടക്കണ കാണുമ്പോൾ നല്ല രസമാണ്. ഇത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കേളി ഹെയർ ആണ്, അതിൻ്റേതായൊരു കുഴപ്പം വരും. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെയാണെങ്കിൽ ഇങ്ങനെ സൺലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ടും കാട്ടി എടുത്തൊക്കെ ഞാൻ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ പോയി ഒരു ബേക്കറി പോയി നാരങ്ങ വെള്ളവും പപ്സും, അത് മെയിനാണ് നാരങ്ങാവെള്ളം പപ്സ്. അവിടെയാണെങ്കിൽ കുറേ പലഹാരങ്ങളൊക്കെ ഇരിക്കണത് കണ്ട് അതൊക്കെ നോക്കി ഞാൻ എന്തായാലും പപ്സ് ഓർഡർ ചെയ്തു. പിന്നെ ഒരു നാരങ്ങ വെള്ളമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മയും വാവയും കൂടെ ഉണ്ടായിരുന്നു. അമ്മ നാരങ്ങ വെള്ളവും സുഗിയനുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറയാമല്ലോ, എനിക്ക് ആ പപ്സ് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഞാൻ വളരെ ആഗ്രഹിച്ചൊരു പപ്സ് മേടിച്ച് കഴിച്ചാണ്. എന്താണ് ഇഷ്ടപ്പെടാമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കെന്തോ
അതിൻ്റെ മസാലയുടെ ആ ഒരു ടേസ്റ്റൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വന്ന ബസ്സിന് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അതാ വീട്ടിലോട്ട് നടക്കുവാണ്, കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഗൈസ്. എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.